പൊതുജനങ്ങൾക്ക് അല്ല, അദ്ദേഹം പറയുന്നത് യുക്തിസഹമായിട്ടുള്ള ഒരു വാദമേ അല്ല. കാരണം നമ്മൾ അങ്ങനെ പോലീസിനെതിരെ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഒരു കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്ക് നീതി നടപ്പാക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ഹർത്താൽ നടത്താനിരുന്നാൽ കേരളത്തിൽ എല്ലാ ദിവസവും ഹർത്താലായിരിക്കും. അദ്ദേഹം ഇന്ന് ഒരു ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീ സണ്ണി കവിക്കാട് പറഞ്ഞത് ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കരുതരുതെന്നാണ്. അത് തീരുമാനിക്കാൻ ശ്രീ സണ്ണി കവിക്കാട് ആരാണ്? നിങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭരണഘടനാദത്തമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ആര് തന്നു? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും ഒരു രോഗി അയാളുടെ ഡയാലിസിസിന് പോകണോ, അയാളുടെ കീമോതെറാപ്പിക്ക് പോകണോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ 7 ദിവസം മുമ്പ് ഹർത്താൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണോ? ഇത് വെള്ളരിക്കാപ്പട്ടണോ ഉഗാണ്ടയൊന്നും അല്ല. ഇവിടെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് കോടതി സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും തടഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളുടെ എന്തോ ഒരു ഔദാര്യം പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോകാൻ സമ്മതിച്ചത്. സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചല്ലേ? ബാങ്കുകളെ തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചല്ലേ? ഈ ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ് ഉള്ളത് ഡേറ്റ് എടുത്തതിന് ശേഷമാണെന്ന് അറിയാമല്ലോ. ഇന്നത്തേത് അങ്ങോട്ട് മാറ്റി നാളെ വെക്കാൻ ഒക്കത്തില്ലെന്ന് അറിയാമല്ലോ. അതൊക്കെയല്ല നിങ്ങൾ കാണിക്കുന്ന മര്യാദയാണ് തുറന്ന് കാട്ടുന്നത്. വായിട്ടലപ്പല്ല നിങ്ങൾ കാണിച്ചിരിക്കുന്ന കയ്യൂക്കിന്റെ പ്രകടനം ഇന്നുണ്ടായിരുന്നു. ആ കയ്യൂക്കിന്റെ പ്രകടനത്തിനാണ് ചോദ്യം ചെയ്യുന്നത്. അത് അന്തസ്സും അഭിമാനവുമുള്ള ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. ഒരു ഓഫീസും തുറക്കാത്ത നിരവധി ഹർത്താലുകൾ കേരളം കണ്ടിട്ടുണ്ട്.